രാം നാരായണ രാം. നമ്മുടെ ദേശം സ്വാതന്ത്ര്യം നേടിയിട്ടില്ലാത്ത കാലത്ത് ഒരു സ്വാതന്ത്ര്യ സമരവീരനായ സുരജോ സെൻ എന്ന വ്യക്തി ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് ഇന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ ആയ ചിതഗ്രാമം എന്ന സ്ഥലത്തായി. അവർക്ക് ശിക്ഷ വിധിക്കുമ്പോൾ ബാലക് ബ്രഹ്മചാരി ജയിൽ പുറത്തു നിൽക്കുകയും ചെയ്തിരുന്നു. അവൻ ശിക്ഷയ്ക്ക് ശേഷം അവരുടെ ആത്മാവിനെ തൻ്റെ കൈകളിൽ ചേർത്തു അവരുടെ രക്ഷാദായകമായ പ്രവൃത്തി ചെയ്തിരിക്കുന്നു. നത്തു രാമ ഗോഡ്സെ മഹാത്മാഗാന്ധിക്ക് നേരെ പണം പെടുതിയപ്പോൾ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചെങ്കിലും ഗാന്ധിജിയുടെ പുനർജന്മം ഒരു മേഞ്ച് രൂപത്തിൽ ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുനർജന്മം ഒരു എലി ആയി ഉണ്ടായിരുന്നു. ഗാന്ധിജി നെഹ്റുജി കൾക്ക് ഈ ജന്മം ഒരു ശിക്ഷയായി ലഭിച്ചു. അതിനാൽ ഇന്നത്തെ കാലത്ത് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കേണ്ടത് അവരും തെറ്റായ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ അവർക്കും ശിക്ഷ ലഭിക്കുമെന്ന് ആയിരിക്കും. ഒരു വ്യക്തിയെ ഒരു ദിവസത്തിൽ അവരുടെ മതവും ആരാധനയും വിടാൻ പറയുന്നില്ല. മറിച്ച് അവരോട് പറയപ്പെടുന്നത് രാം നാരായണ രാം എന്ന ജപം മാത്രം ചെയ്യാനും പ്രാർത്ഥനയും ചിന്തനയും മാത്രം ചെയ്യാനാണ്. രാം നാരായൺ രാം ജപം ചെയ്യാതെ അല്ലെങ്കിൽ പ്രാർത്ഥനയും ധ്യാനവും ചെയ്യാതെ യാതൊരു മതവും അല്ലെങ്കിൽ ദൈവവും നിങ്ങൾക്ക് രക്ഷ നൽകുന്നില്ല. ഭൂമിയിൽ കാണപ്പെടുന്ന എല്ലാ വൃക്ഷങ്ങളും വളർച്ചയുള്ളതും പിന്നീട് താഴേക്ക് പോയി ഭൂമി നശിക്കുകയും ചെയ്യും. എല്ലാം അവസാനിക്കും. പിന്നീട് ഒരു പുതിയ ഭൂമിയുടെ സൃഷ്ടി നടക്കും. ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പിന്തുണയ്ക്കുന്നില്ല. മോദിയും യോഗിയും നല്ലവരാണ്. അതിനാൽ അവരോട് വോട്ട് ചെയ്ത് അവരുടെ അധികാരത്തെ നിലനിർത്തുക. നെഹ്റു കുടുംബത്തിന് അവരുടെ മുഴുവൻ വസ്തു ജനങ്ങൾക്ക് നൽകിയാൽ മാത്രമേ കോൺഗ്രസ് നല്ല ഭരണമാണെന്ന് പറയുന്നവരും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന്. നെഹ്റു കുടുംബം അത് ചെയ്യാതെ എങ്കിൽ ആരും അവരുടെ പിന്തുണ നൽകില്ല. അവർക്ക് ഇന്ത്യയിൽ താമസിക്കാൻ അനുവദിനിക്ക് ആകില്ല. ഈ കുടുംബം തന്നെയാണ് ഹിന്ദു മുസ്ലിം വിഭജനം ഉണ്ടാക്കിയവരും. ഗാന്ധി കുടുംബം ഇപ്പോഴും ജീവിക്കുന്നവരാണ്. അവർക്ക് നമ്മുടെ ദേശത്തെ മനസ്സിലാക്കണം. ഇവരുടെ കയ്യിൽ പൈസ നേടിയ എല്ലാ സ്വത്ത് റിസർവ് ബാങ്കിൽ തിരിച്ചയക്കണം. ഈ കുടുംബം ശീഘ്രം ബന്ധപ്പെടും. അതിനാൽ എത്രയും വേഗം അവരുടെ മോക്ഷം ലഭിക്കും. ദർശനം ചെയ്തുകൊണ്ട് നമ്മുടെ ദേശം ഒരു മനോഹരമായ ലോകം ആകും. ദേശത്തിൻ്റെ ജനങ്ങൾ അവരോട് പുതിയ ജീവിതം നൽകുകയും അവരുടെ തലയിൽ അവരെ സുഖകരമായ നിലപാടുകളിൽ വയ്ക്കുകയും ചെയ്യും. നിങ്ങൾ ശങ്കർ സർക്കാരിനെ വിളിക്കുക. അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അവബോധിപ്പിക്കും.